ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയുമാകുന്നു. അത് പഠിക്കുന്നതിന് മുമ്പായി AD 1 മുതൽ AD 1600 വരെ, അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലും കേരളത്തിലും പ്രധാനമായും ഉണ്ടായിരുന്ന സാമ്രാജ്യങ്ങളുടെയും രാജവംശങ്ങളുടെയും ചില പേരുകൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ പ്രധാനപ്പെട്ടതാകുന്നു മൗര്യ എംപയർ, ഗുപ്ത എംപയർ, കുഷാണ എംപയർ, ശതവാഹന എംപയർ, ചേല, ചോള, പാണ്ഡ്യ സാമ്രാജ്യങ്ങൾ, ദില്ലി സുൽത്താനേറ്റ് തുടങ്ങിയവ. സൗത്ത് ഇന്ത്യയുടെയും നോർത്ത് ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ ഭരണം നടത്തിയിരുന്ന സാമ്രാജ്യങ്ങളായിരുന്നു ഇവയെല്ലാം. അതുപോലെ AD 1 മുതൽ AD 1600 വരെ, അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ ഭരണം നടത്തിയ രാജവംശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചേര രാജവംശം, ഗുപ്ത രാജവംശം, ആയി രാജവംശം, ഏറാടി രാജവംശങ്ങൾ തുടങ്ങിയവ. ഇന്ത്യൻ ഹിസ്റ്ററിയിലും കേരള ഹിസ്റ്ററിയിലും നമ്മൾ സാധാരണയായി പഠിക്കുന്നത് 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ നടന്നതും ഇന്ത്യയിൽ നടന്നതുമായിട്ടുള്ള ചരിത്ര സംഭവങ്ങളെക്കുറിച്ചാണ്. അതായത് AD 1601 മുതൽ AD 1950 വരെ കേരളത്തിലും ഇന്ത്യയിലും നടന്ന പ്രധാന ചരിത്ര സംഭവങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും സാധാരണയായി പഠിക്കാറുള്ളത്. എക്സാംസിന് ചോദിക്കുന്നതും ഈ ഏരിയാസിനെ ഉൾപ്പെടുത്തിയായിരിക്കും. അതുകൊണ്ട് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയിലും അതുപോലെ കേരള ഹിസ്റ്ററിയിലും വേൾഡ് ഹിസ്റ്ററിയിലും നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സെഞ്ചുറീസ് ആകുന്നു 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള സംഭവങ്ങൾ. നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങാം. കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.